ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീട്ടിലിവിടെ ആരുമില്ല, എല്ലാവരും ഒരു സ്ഥലങ്ങളിൽ വർക്കിൽ അവിടെ. അപ്പോൾ ഞാൻ വർക്കിലേക്ക് ഇന്ന് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്ന് ഫ്രീ ആണോ, പിള്ളേർ വരുന്നുണ്ട്, വരാം, ഫുഡ് ഉണ്ടാക്കാൻ തോന്നും. രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് വരാനുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോൾ 12 മണി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് ഞാൻ ഉച്ച നേരം ഇനിയും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി കുറച്ച് ത്യാഗമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ വേറെ ഒന്നും, ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാൻ. പിന്നെ കുറേ ആയിട്ട് എല്ലാവരും വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയില്ല. അന്ന് വെള്ളി എല്ലാവരും ഒന്ന് കാണിക്കാം, കുറേ സംസാരിക്കണം. ജസ്റ്റ് ഒരു എൻ്റർടൈൻ വ്ളോഗ് വിത്ത് ഫുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചങ്ങായിമാരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നു, വണ്ടിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിയിൽ നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലൊരു വണ്ടി എന്തോ ഒരു കംപ്ലൈൻറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഇപ്പോൾ ഡിസ്കസിങ് ആണ്. ചെറിയ ചാട്ടൽ മഴയുണ്ട്. എന്തായാലും അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ഒരു സമയം എടുക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാറുണ്ട്. എല്ലാവരും കോട്ടൊക്കെ ഇട്ട് മഴയത്തിൻ്റെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകും. വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ സുഖമില്ലല്ലോ. വീട് ഫുള്ള് മഴയത്ത് കാണാൻ നല്ല ഭംഗിയാലേ. ഇപ്പോൾ മഴയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പുനർജനി ചായക്കടയിലേക്ക് പോവാം. ഓക്കെ, സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ചായക്കട, സ്ഥിരം ചായക്കട, ബാബുജി പാർക്കിൻ്റെ അടുത്തുള്ള പുനർജനി ചായ. ചേട്ടാ നമ്മുടെ നല്ല കമ്പനിക്കാരാണ്. അപ്പോൾ നമ്മൾ മുളക് ഞാൻ നമുക്ക് വേറെ തരാം. ഉണക്കി എന്താ തരുമെന്ന് അറിയോ ഗൈസ്? അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ചെറുതായി ഒന്ന് പാളി. ചായ കുടിച്ചപ്പോൾ എല്ലാവർക്കും ഒരു നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ ഒരു ചേഞ്ച്. പിന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പോണ്ടെങ്കിൽ ഇപ്പോൾ പോകണം. ഒറ്റ മൈൻഡ് അല്ലേ? അട്ടപ്പാടി അതെ, കഴിഞ്ഞില്ലേ? നമ്മൾ 100 വെച്ച് ആക്കണു. വേണമെങ്കിൽ കഴിക്കാം, അത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഒറ്റ മൈൻഡ്, അതിൽ കൂടുതലൊന്നുമില്ല. ഒറ്റ മൈൻഡ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് കാറ്റൊക്കെ ചെക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് കയറാൻ പോകണം. ഇതേ നമ്മൾ അട്ടപ്പാടി ചുരം കയറുന്നതിന് തൊട്ട് താഴെ ആയിട്ടുള്ള നമ്മളൊരു പമ്പിലാണ് അവിടെ നിൽക്കുന്നത്. നമ്മുടെ വണ്ടി ടയറൊക്കെ നമ്മൾ പുതിയ ഞാൻ മാറ്റിയ ശേഷം ഒരു ഫസ്റ്റ് ഓഫ് റോഡും എല്ലാം നമ്മൾ മുകളിലേക്ക് പോവാണ്. ചെക്ക് ചെയ്യാൻ, കാറ്റിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ അട്ടപ്പാടിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ റീച്ച് ആയിട്ടുണ്ട്. നമ്മുടെ നഞ്ചിയമ്മയുടെ ആ ഒരു ഇതൊക്കെ ഫോട്ടോയും ഇതെല്ലാം ഉള്ള അട്ടപ്പാടി എന്നൊക്കെ എഴുതി ആ ഒരു വാളിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് മക്കളെ സീനാണ്. കോടമഞ്ഞും റോഡും അട്ടപ്പാടിയിലെ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റിയാൽ കാണാം, അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടിയെ കുട്ടപ്പന സെറ്റായിരുന്നു. ഇത്ര നേരം കയറി വന്നപ്പോൾ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. ടയറൊക്കെ സെറ്റാക്കി നമ്മൾ ഏറ്റവും നല്ലൊരു അടുത്തൊരു വ്യൂ പോയിന്റോടൊപ്പം ഞാൻ അവിടെ നിർത്തിയാണ് ഷൂട്ട് ചെയ്യാൻ. മറ്റേ വിൻഡോസിന്റെ വാൾപേപ്പർ ഇല്ലേ, അതുപോലെയാണ്. ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് ഫുള്ള് ഫോഗാണ്, മഞ്ഞ്. കാണുന്നില്ലടാ മഞ്ഞടിച്ചിട്ട്. ഇതേ മിന്നി കളിക്കുന്ന നോവക്കുട്ടൻ തണുത്ത് ഉറഞ്ഞൂട്ടാ. നോവ തണുത്ത് സീനായി. നമ്മുടെ ഫോറിൻ ടിക്കറ്ററൊക്കെ എപ്പോഴാണ് ശരിക്കും ഒന്നും പറയാനില്ലല്ലോ. എന്താ ആരും കാണാനില്ലല്ലോ. സുഹൃത്തുക്കളെ, എങ്ങനെ നമ്മൾ അട്ടപ്പാടി തണുപ്പും കാറ്റും കാണാതെ കണ്ണ് കാണാതെ വണ്ടി എങ്ങനെയൊക്കെ ഒരുവിധം താഴെ ഇറക്കിയപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഐസ്ക്രീം കഴിച്ചായിരുന്നു. തണുപ്പത്തൊരു ഐസ്ക്രീം. നാളെ പനി പിടിക്കുകയോ തൊണ്ട വേനിക്കോ ചുമയ്ക്കോ ഒന്നും അറിയില്ല. അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇത് വീഡിയോ ഒരുപാട് വീട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ റൈഡ് പോയി, അതുപോലെ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെയും വരാം. ഓക്കെ.